കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇമ്മാനുവൽ ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അടൂര് പ്രവർത്തിച്ചു വരുന്ന ഈ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഈ വീതിയിൽ എത്തി നിൽക്കുന്നത്. വരുന്ന ചില മിനിറ്റുകൾ പ്രബുദ്ധരായ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയെ ഞങ്ങൾ ബഹുമാനത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക വിപത്തുകൾ മദ്യത്തിനും തിന്മയ്ക്കും എതിരെ നടന്നു വരുന്ന ബോധവൽക്കരണ സന്ദേശയാത്രയാണ് ഈ വീതിയിൽ എത്തി നിൽക്കുന്നത്. നമ്മുടെ വീടിന്റെ പടിവാതിൽക്കലിൽ പറന്നു വീഴുന്ന പത്രത്താള് ആർത്തിയോട് വിരിവിയാൽ കാണുവാൻ കഴിയുന്ന വാർത്തകൾ നമ്മെ മരവിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് സമാധാനമില്ല, സന്തോഷമില്ല. അങ്ങനൊരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. മുൻപ് കാലങ്ങളിൽ കേരളത്തെ കുറിച്ച് പറഞ്ഞാൽ ഭാരതമെന്ന് കേട്ടാൽ പൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നരമ്പുകളിലൂടെ. പ്രിയ മഹാകവി വള്ളത്തോട് ഇങ്ങനെ ഒരു മഹത്വചനം എഴുതി. മറ്റൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞാൽ അസിത്താമ ജ്യോതിർഗമയ മൃത്യോമ അമൃതും ഗമയ, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് തന്നെ നടത്തിയാലും എന്ന പദങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോ നമ്മുടെ രാജ്യത്തിന് ഇവിടെ സമാധാനമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഭാരതമെന്ന് കേട്ടാൽ പൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നരമ്പുകളിലൂടെ. ഇപ്പോൾ ആ സന്ദേശങ്ങളെല്ലാം മാറി നിൽക്കുമ്പോ ഇവിടെ MDMA-യും ചരസും പാൻ മസാലയും ഇവിടെ പടർന്നു പന്തലിച്ചു കഴിഞ്ഞു. നമ്മൾ തലയുയർത്തി നോക്കാമെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഇവിടെ മുളച്ച് പന്തലിച്ച് വിത്തുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിൽ അന്വേഷിച്ചാൽ കുട്ടികളുടെ ബാഗിനുള്ളിൽ ലഹരി പദാർത്ഥങ്ങളാണ്. അതുപോലെ നമ്മുടെ രാജ്യത്തുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക വിപത്തുകൾ മൂലം കുടുംബ തകർച്ചകൾ സംഭവിക്കുന്നു, ഡൈവോഴ്സിന്റെ വക്കിലേക്ക് എത്തിമാറുന്നു. അതുപോലെ നിരന്തരമായ പ്രശ്നങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നും പിറന്നു വീണ ഒരു കുഞ്ഞ് 9 മാസം നാഴിക വിനാഴിക പൂർണ്ണ വളർച്ചയ്ക്ക് എത്തിയതിനു ശേഷം പുറത്തു വന്നതിന് ശേഷം വളർന്നു പന്തലിച്ച് 8, 10, 15, 20 വയസ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നൊന്ത് പ്രസവിച്ച അമ്മയും അതിനെ വളർത്തിക്കൊണ്ടുവന്ന പ്രിയ പിതാവിനെയും അവരുടെ നേരെ മാരകമായുധങ്ങൾ ഉയർത്തുന്ന ഒരു കാലം ഇവിടെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നൊരു വ്യതിയാനം ഉണ്ടാകണം. അത് വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഇത് ഞങ്ങൾ തറച്ചു പറയുന്നതിന്റെ കാരണം, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിച്ചു മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും നിരവധി കേസുകളും ഉണ്ടാക്കി തകർന്ന് തരിപ്പടമായി രാഷ്ട്രീയത്തിലും പ്രസംഗിച്ചു. അതിലൊന്നും സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്റെ മുന്നിൽ അന്നേരത്തെ ലക്ഷ്യം എങ്ങനെങ്കിലും ആത്മഹത്യ ചെയ്യുക. ഈ ആത്മഹത്യയിൽ നിന്നും
മാറ്റിയെടുത്തത് യേശു ക്രിസ്തുവാണ്. അത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ആ യേശു ക്രിസ്തുവിലൂടെ രക്ഷയുണ്ട്, സമാധാനമുണ്ട്. ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ രക്ഷ സൗജന്യമാണ്. ഇവിടെ ലഹരി പദാർത്ഥത്തെ കുറിച്ച് പറഞ്ഞാൽ ഇന്ന് യുവതലമുറകൾ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥം പാൻ മസാല എന്ന് പറയുന്ന ആ ദ്രാവകത്തിൽ അടങ്ങിയിരിക്കുന്ന കുപ്പിച്ചില്ലും അതുപോലെ തെങ്ങിന്റെ ആരും പൊയില കഷണവും അതുപോലെ 23 മയക്കുമരുന്നുകൾ അടങ്ങിയ ഒരു ദ്രാവകം ഒരു കവറിനുള്ള ഉള്ളിലാക്കി അത് ഇന്നത്തെ യുവതലമുറകൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? സ്വന്തം ശരീരം നശിച്ചു മാറുകയാണ്, ക്യാൻസറിന് വഴി തുറക്കുകയാണ്, ആ ജീവിതം നശിച്ചു പോകുന്നു. അങ്ങനെ ചിറിക്കുള്ളിലേക്ക് വച്ച് ഇതിൽ നിന്നും ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ മാറി മരണത്തിലേക്കും അതുപോലെ നിരന്തരമായ രോഗത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് പുകവലി. അതിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം എന്ന് പറഞ്ഞാൽ നിക്കോട്ടിനാണ്. നിക്കോട്ടിൻ എന്ന ദ്രാവകം ഈ പുകക്കുള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ ശ്വാസകോശം വഴി, അന്നനാളം വഴി, വൻകുടല്, ചെറുകുടല്, ആമാശയം എന്നീ ഭാഗങ്ങളിലേക്ക് കാർന്നു പിടിച്ച് ക്യാൻസറിന് വഴി തുറക്കുന്നു. മറ്റൊന്ന് മദ്യം. സമൂഹത്തിൽ ഒറ്റപ്പെടുത്തൽ, വീട്ടിൽ പുറന്തള്ളിക്കളയുന്നു. കടഭാരം. അങ്ങനെ മദ്യത്തിന് അടിമയായി കഴിയുമ്പോൾ ആർക്കും വേണ്ട, ലാസ്റ്റിൽ എന്താ ചെയ്യുന്നേ? ആത്മഹത്യ. അങ്ങനെ കുടുംബത്തിൽ സംശയരോഗം വളർന്ന് തകർന്ന് തരിപ്പടമായി ജീവിതം വേണ്ട. എത്രയോ ദൈവം തന്ന ആയുസ് നഷ്ടമായി പോകുന്നു. പ്രിയ സുഹൃത്തെ, ഇതിൽ മാറുവാൻ ഒരു വഴിയുണ്ട്. അതാ യേശു ക്രിസ്തുവിൻ. ഞങ്ങളാരും ഇങ്ങനെ തെരുവുകളിൽ പ്രസംഗിക്കണമെന്നോ ഒന്നും ആഗ്രഹിച്ച ആളല്ല. ഇതിനെയൊക്കെ കുറ്റം പറഞ്ഞ് ഇതൊക്കെ അവനവന്റെ ഉപജീവന മാർഗമായി എന്ന് പറഞ്ഞു നടന്നൊരു കാലം ഞങ്ങളുടെ മുൻപിലുണ്ട്. എന്നാൽ ഞങ്ങളെ പഠിപ്പിച്ച യേശുവിന്റെ സന്ദേശം നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാകണം, സന്തോഷമുണ്ടാകണം, സ്നേഹമുണ്ടാകണം. അത് മാർഗം യേശു ക്രിസ്തു തന്നെയാണ്. സഖാവ് EMS പറയുന്നു, ഒരു നേതാവിനെ അനുഗമിക്കുന്നതിനേക്കാൾ കോടിക്കണക്കിന് ജനങ്ങൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. ആ മഹാത്മാഗാന്ധിയുടെ ആ പഠിപ്പിക്കൽ നമ്മെ മാറ്റിയെടുത്തതാണ്. ഇവിടുത്തെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഭാരതത്തിലെ ജനങ്ങൾ മുഴുവനും സഹോദരി സഹോദരന്മാരെന്നെണ്ണണം. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസുകൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മാതാപിതാക്കളെ കൊന്ന് അതുപോലെ കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ മനുഷ്യനെ കൊല്ലുന്ന കാലഘട്ടം വളർന്നു പന്തലിച്ചു കഴിഞ്ഞു. ഇവിടെ നല്ലൊരു വാർത്ത നോക്കുവാണെങ്കിൽ ഇല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ നോക്കുവാൻ കഴിയുന്നു. ഇന്നും നാളെയും മറ്റന്നാളും തലമുറകൾക്ക് മുമ്പേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്ന്. അതിനൊരു വ്യതിയാനം വേണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരുവുകളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, യേശു ഒന്നൊഴിയെ 39 അടികൾ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഏറ്റു. ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല യേശു ക്രിസ്തു. മനസ്സ് മാറ്റി രൂപാന്തരപ്പെടുത്തുകയാണ്. സുവിശേഷം ഗുഡ് ന്യൂസ് ആണ്, നല്ല വാർത്തയാണ്. പാരിൽ പിറന്നു വീണ പരമപാപിയായ മനുഷ്യനെ പരത്തിലേക്ക് എത്തിക്കുവാൻ പരമദൈവം ആസൂത്രണം ചെയ്ത രക്ഷാ പദ്ധതിയുടെ വിശദീകരണമാണ് സുവിശേഷം. ഈ സുവിശേഷം യേശു ക്രിസ്തുവാണ്. ഈ സുവിശേഷത്തിലൂടെ രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം മനസ്സിലാക്കണം, നമ്മുടെ രാജ്യം അധംപതനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ എവിടെയാ സംസ്കാരമുണ്ടോ, ബോധമുണ്ടോ, അറിവുണ്ടോ? ഇല്ല. മുൻകാലങ്ങളിൽ മുതിർന്നവരെ കണ്ടാൽ എഴുന്നേൽക്കുന്ന ഒരു പദവി ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു. ഇന്നൊരു കുഞ്ഞിനോട് സംസാരിച്ചാൽ അവർ നമ്മെ തല്ലും. കാരണം അറിവല്ല, ലോകം കൊടുക്കുന്ന അറിവിലേക്ക് ജീവിച്ചുകൊണ്ട് അവർ കുടുംബത്തിൽ മാരകായുധങ്ങളും മയക്കുമരുന്നുകളും ഉപയോഗിക്കുകയാണ്. ഇതിനൊരു വ്യതിയാനം ഉണ്ടാകണം. ഇതിനൊരു മാറ്റം സംഭവിക്കണം. നമ്മുടെ രാജ്യം, നമ്മുടെ പട്ടണം, നമ്മുടെ വാർഡ്, നമ്മുടെ വീടുകളിൽ സമാധാനം ഉണ്ടാകണം. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാം തകർന്നു തരിപ്പണമായിരിക്കുകയാണ്. കാരണം എങ്ങനെങ്കിലും ഒരു സമാധാനം ലഭിക്കണം. അതിന് സമാധാനം യേശുക്രിസ്തുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ പോയതുപോലെ വീണ്ടും വരും നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ. എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകം തരുന്നതല്ല. പ്രിയ സ്നേഹിത, പ്രിയ അമ്മച്ചി, പ്രിയ കുഞ്ഞെ, പ്രിയ ചേട്ടാ, പ്രിയ ആന്റി, ഞാൻ പറയട്ടെ, ലോകം തരുന്ന സമാധാനമല്ല യേശു തരുന്നത്. യേശുവിന്റെ സ്നേഹം മാറാത്ത സ്നേഹമാണ്. പെറ്റതള്ള മറന്നാലും മറക്കാത്തവനാണ് ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല എന്ന ഈ ചോര തുടിക്കുന്ന സമയം ഞങ്ങൾ ഈ തെരുവുകളിൽ നിന്ന് യേശുവിനെ ഉയർത്തുകയാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രദ്ധയിലിരുന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.